ഹലോ ആൻഡ് വെൽക്കം. നമ്മളെല്ലാവരും നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ്, ഉയർച്ചകളും താഴ്ചകളും നമുക്കെല്ലാവർക്കും ഉണ്ടാവാറുണ്ട് ഇല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മളെ ഒരു കാര്യം സഹായിക്കുന്നത് ഈ ഇൻസ്പിറേഷണൽ സ്റ്റോറീസാണ്. പലരുടെയും ഇൻസ്പിറേഷൻ സ്റ്റോറീസ് നമുക്ക് നമ്മളെ എൻകറേജ് ചെയ്യുന്ന, നമുക്ക് എനിക്ക് സാധിക്കും എന്നുള്ള രീതിയിലുള്ള നമുക്കൊരു ഊർജം നൽകുന്ന കഥകൾ, അതാണ് നമുക്ക് വളരെയധികം സഹായം ചെയ്യുന്നത്. നമ്മളെപ്പോഴും പലരുടെയും, അതായത് ഈ വിജയിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളിപ്പം ബിസിനസ്സിൽ നന്നായ ആൾക്കാർ, അതേപോലെ തന്നെ നല്ല നല്ല തലത്തിലെത്തിയ ആൾക്കാർ, അവരുടെ കഥകൾ നമ്മൾ കേൾക്കും. കാര്യം നമുക്കും അതിനകത്തുനിന്ന് പാഠം പഠിക്കാൻ കിട്ടും എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് കേട്ടിട്ട് അതിനകത്ത് നിന്ന് എന്തെടുക്കാൻ പറ്റും, നമുക്ക് അതനുസരിച്ച് അതുപയോഗിച്ച് അവരുടെ കഥകളിലുള്ള ചെറിയ കമ്പോണൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് നമ്മളെപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പകർത്താറുണ്ട് ഇല്ലേ? ഈ ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ, അതായത് പ്രീ ഡിഗ്രി ഫസ്റ്റ് പ്രീ ഡിഗ്രി ആണോ സെക്കൻഡ് പ്രീ ഡിഗ്രി ആണോ, ഇത് 1983-84 കാര്യമാണ്. ഓക്കെ, അപ്പം ആ സമയത്ത് ഒരു ഇംഗ്ലീഷിൻ്റെ സബ്ജക്റ്റിൽ ഒരു കഥ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ആ കഥ എഴുതിയിരുന്നത് ഒരു ബ്രിട്ടീഷുകാരനാണ്. അയാൾ താമസിച്ചിരുന്നത് പാരീസിലാണ്. ബ്രിട്ടീഷുകാരനായിരുന്നു. അയാൾ 1874 ഇയാൾ ഈ കഥ എഴുതിയത്. ഈ കഥയുടെ പേര് ദ വെർജർ എന്നാണ്. ദ വെർജർ മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ അയാളൊരു കപ്പ്യാരാണ്. ഒരു കപ്പ്യാരൻ്റെ കഥയാണ്. അതായത് ഈ ചർച്ചിൽ ഈ പാതിരിയുടെ കൂടെ വർക്ക് ചെയ്ത് ആ പാതിരിക്കുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, പിന്നെ ചർച്ചിൽ മണിയടിക്കുക, ചർച്ച് വൃത്തിയാക്കി വെക്കുക, ഇങ്ങനെയുള്ള അവിടുത്തെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആൾക്കാർക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് ഈ വെർജർ എന്ന് പറയുന്നത്. ആ കഥയുടെ ടൈറ്റിൽ ദ വെർജർ എന്നാണ്. ഈ കഥ ഞാൻ എൻ്റെ ലൈഫിൽ പല ആൾക്കാരെടുത്തും ഈ പറഞ്ഞ 10-30-40 കൊല്ലത്തിനിടയിൽ പലർക്കും ഈ കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ കഥ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇതൊരു പ്രാക്ടിക്കൽ, നമുക്ക് എല്ലാവർക്കും പാഠം പഠിക്കാൻ പറ്റുന്ന, നമുക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കഥയാണ്. അപ്പോൾ ഈ കപ്പ്യാർ എന്ന് പറയുന്ന കക്ഷി, അയാളുടെ പേര്, ഈ കഥാപാത്രം ആൽബർട്ട് എഡ്വേർഡ് ഫോർമൻ എന്നാണ് ഇയാളുടെ പേര്. ഈ കപ്പ്യാർ അയാളും പ്രായമുള്ള ആളാണ്. ഈ പള്ളിയിലെ അച്ഛനും പ്രായമുള്ള ആളാണ്. ഇവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെ അച്ഛൻ മരിച്ചുപോയി. ആ പള്ളിയിലെ അച്ഛൻ മരിച്ചു. ആ സ്ഥലത്ത് വന്ന ഒരു വളരെ ചെറുപ്പക്കാരനായ വേറൊരു അച്ഛനാണ് അവിടെ ജോലിക്ക് അച്ഛനായിട്ട് കയറിയത്, ആ പാതിരിയുടെ സ്ഥലത്ത് കയറിയത്. അയാൾ വന്നപ്പം അയാൾക്ക് ഈ യങ്ങായിട്ടുള്ള ആൾക്കാർ, ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ, അവരെപ്പോഴും പല പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുതിയ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരിക, അതായത് എല്ലാ കാര്യങ്ങളും തിരിഞ്ഞു നോക്കിയിട്ട് എന്തെല്ലാം എവിടെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അതാണ് അയാൾ ആദ്യം ചെയ്തത്. ഇത് നമ്മൾ എല്ലാ യങ്സ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ അയാൾ തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യം കണ്ടത്, ഈ കപ്പ്യാർക്ക് അയാൾക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാ. അപ്പോൾ അത് ഇയാളൊരു പ്രശ്നമാക്കി എടുത്ത് ഈ പുതിയ അച്ഛൻ. അങ്ങനെ ഈ അച്ഛൻ കപ്പ്യാരുടെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾക്കിവിടെ ജോലി തുടരണമെങ്കിൽ പഠിച്ചേ പറ്റും, പോയി പഠിക്കുക, വായിക്കാനും എഴുതാനും പഠിച്ചിട്ട് വരിക. അപ്പോൾ ഇയാളാണെങ്കിൽ പ്രായമുള്ള ആളാണ്. ഇയാൾക്ക് ഇനി സ്കൂളിൽ പോയി, കോളേജിൽ പോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കാനൊന്നും താല്പര്യമോ ഒന്നുമില്ല. കാര്യം ആ പ്രായമാണ്. അപ്പം അച്ഛൻ പറഞ്ഞ്, ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ അവിടെ നിന്ന് ജോലിയും ഒഴിവായി. അയാൾ ജോലിയിൽ നിന്ന് രാജിവെച്ചോ അല്ലെങ്കിൽ ടെർമിനേറ്റഡായി. അയാൾ അവിടെ നിന്ന് പോയി, ജോലി വിട്ട്. അപ്പോൾ ഇയാൾ വീട്ടിൽ വന്നിട്ട് ഇയാളുടെ ഭാര്യയെടുത്ത് സംസാരിച്ച് പറഞ്ഞ്, ഇങ്ങനെയാണ് പ്രശ്നം, എൻ്റെ ജോലി പോയി. ഓക്കെ, അപ്പോൾ ഭാര്യ സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, നമുക്ക് എന്തെങ്കിലും നോക്കാം, ഓക്കെ, വേറെ എന്തെങ്കിലും വഴി കാണാം.
അങ്ങനെ ഇയാൾ എന്തെങ്കിലും ഉപജീവന മാർഗം കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഇയാൾ ഒരു തെരുവിലൂടെ അവരുടെ ആ സിറ്റിയിൽ ലണ്ടനിൽ ഒരു സിറ്റിയിലൂടെ ഇങ്ങനെ നടന്ന് അവിടെ രണ്ട് സൈഡിലും ഉള്ള ബിസിനസ്സുകൾ എന്തെല്ലാം ബിസിനസ് അവിടെ ഉണ്ട് ഇതിങ്ങനെ കണ്ണോടിച്ച് പഠിച്ച് എന്താണ് അവിടെ ഇല്ലാത്തത് എന്താണ് ഉള്ളത് എന്ന് കണ്ട് പഠിച്ച ആളിങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ പോയപ്പം ഒരു കാര്യം അയാൾ കണ്ടത് ഇവിടെ എല്ലാ തരത്തിലുള്ള കടകളുണ്ട്. ആൾക്കാർക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള കടകളുണ്ട്. ഒരു കട മാത്രമില്ല, അതായത് ടൊബാക്കോ, അതായത് പുകയില വെക്കുന്ന കട അവിടെ ഇല്ല. അങ്ങനെ ഇയാൾ വീട്ടിൽ വന്ന് ഇയാളുടെ ഭാര്യയെടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഞാൻ നോക്കി കണ്ട് ഒരു കാര്യം മനസ്സിലായത് അവിടെ ഈ സ്ട്രീറ്റിൽ ഇന്ന സ്ട്രീറ്റിൽ അവിടെ പുകയില വെക്കുന്ന കടയില്ല, ബാക്കി എല്ലാ കടകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇയാളുടെ ഭാര്യ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ഭാര്യയായിട്ട് ആലോചിച്ചപ്പോൾ അവർ തീരുമാനിച്ച് അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പുകയിലക്കട തുടങ്ങാം. അങ്ങനെ അവിടെ ഒരു പുകയിലക്കട തുടങ്ങി. ആ പുകയിലക്കട നല്ല സക്സസ്സായി. അങ്ങനെ ഇരിക്കുമ്പം അടുത്ത സ്ട്രീറ്റിൽ പോയിട്ട് ഇതേപോലെ തന്നെ നോക്കി അവിടെയും എന്തെങ്കിലും പുകയിലക്കടയുണ്ടോ, അപ്പോൾ അവിടെയും ഇല്ല. അവിടെയും ടുബാക്കോ ഈ പുകയിലയുടെ ഒരു കട അവിടെയും തുടങ്ങി. അങ്ങനെ 1, 2, 3 അങ്ങനെ പുകയിലക്കടകൾ വർദ്ധിച്ചു. ഓക്കെ, പുകയിലക്കടകൾ വർദ്ധിച്ച് ഇയാൾ വളരെ വലിയ പണക്കാരനായി. അതായത് ഭയങ്കരമായ സ്വത്ത് ഇയാളെടുത്ത് വന്ന്. അങ്ങനെ ഒരു ഇയർ എൻഡിങ് വന്നപ്പം ബാങ്കിലെ മാനേജർ ഇയാളെ വിളിച്ചിട്ട് ഒരു സൈൻ ചെയ്യണം. കാര്യം എന്തോ ഒരു ഇയറിൻ്റെ ക്ലോസിങ്ങിന് എന്തോ വേണ്ടി ഇയാളുടെ ഒരു അനുമതി വേണം, ഇയാളുടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനോ എന്തൊക്കെ ആയിട്ട്. അങ്ങനെ ഇയാളെ വിളിച്ച് അപ്പോൾ ഇയാൾ ചെന്ന് ബാങ്ക് മാനേജറെ കണ്ട് ബാങ്ക് മാനേജർ ഇരുത്തി സംസാരിച്ച് എന്നിട്ട് ഇയാളത്ത് പറഞ്ഞ് ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ, അപ്പം സൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് സൈൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഞാൻ എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല, എനിക്ക് സൈൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇയാൾ ചോദിച്ചു. അപ്പോൾ ബാങ്ക് മാനേജറിൻ്റെ ഭയങ്കരമായ അതിശയം, ഇതിനൊക്കെ സൈൻ ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ ഈ വായിക്കാനും പഠിക്കാനും അറിയാതെ നിങ്ങൾ ഇത്രമാത്രം പൈസ സമ്പാദിച്ചു, ഇനി വായിക്കാനും പഠിക്കാനും നിങ്ങൾ അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാൻ വായിക്കാനും പഠിക്കാനും അറിയാമായിരുന്നെങ്കിൽ ആ സെയിൻറ്റ് പീറ്റേഴ്സ് അവിടെ ആ ജംഗ്ഷനിലെ അവിടുത്തെ പള്ളിയിലെ കപ്പ്യാരായിരുന്നു. അതായത് ആലോചിച്ച് നോക്കണം, ഇയാൾ പറഞ്ഞ സ്റ്റോറി, ഇയാളുടെ പുതിയ വന്ന അച്ഛൻ ഇയാൾക്ക് എഴുത്തും വായനയും അറിയാമായിരുന്നെങ്കിൽ അയാളവിടെ ജോലിക്ക് കണ്ടിന്യൂ ചെയ്തേനെ, കപ്പ്യാരായിട്ട് ജീവിച്ചേനെ, കപ്പ്യാരായിട്ട് തന്നെ മരിച്ചേനെ. പക്ഷേ ഇവിടെ സംഭവിച്ചത് അയാൾക്ക് ജോലിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്ന്. കാര്യം എഡ്യൂക്കേഷനില്ല, വായിക്കാനും എഴുതാനും അറിഞ്ഞുകൂടാ. അത് കാരണമായിട്ട് ഇയാൾക്ക് വളരെയധികം ബിസിനസ് ചെയ്യാനും ആ ബിസിനസ് വഴി പല കാര്യങ്ങളും അയാൾക്ക് സമ്പത്ത് നേടാനും സാധിച്ചു. അപ്പോൾ ഈ കഥയുടെ ഒരു മോറലായിട്ട് ഞാൻ ഈ കഥ പറഞ്ഞത്, ഞാൻ ഈ പറഞ്ഞ 10, 30, 40 കൊല്ലത്തെ ഓർമ്മ വെച്ചിട്ടാണ് ഈ പറയുന്നത്. പല ആൾക്കാർക്കും ഞാൻ ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ മെയിൻ കഥ ഇത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പാഠം എടുക്കാൻ പറ്റുന്നത്, എൻ്റെ നിഗമനം, നമുക്കൊരു പാഠം എടുക്കാൻ പറ്റുന്നത്, നമ്മളെല്ലാവരും ചിലപ്പോൾ ബിസിനസ് താഴോട്ട് പോകും, ചിലപ്പോൾ നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്ക് ഇറങ്ങേണ്ടി വരും. ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയമാണ്. അപ്പോൾ ഒരുപക്ഷെ സാധാരണ ഗതിയിൽ കമ്പ്യൂട്ടർ സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ച ആൾക്കാർ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രശ്നം വന്നിട്ട് അവർക്ക് ജോലി പോയി, അല്ലെങ്കിൽ വേറെ 100 കണക്കിന് കാരണങ്ങളുണ്ടാവാം. നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ 100 കണക്കിന് കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ഈ ചെറിയ ഈ കുലുക്കങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, അതായത് ഡിപ്സ് ഉണ്ടാകുമ്പോൾ, അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതം അവിടെ കൊണ്ട് തീർന്നു എന്നല്ല. ഓക്കെ, നമുക്ക് ചിലപ്പോൾ പുതിയ വാതായനങ്ങൾ തുറക്കാനുള്ള സ്ഥലമായിരിക്കും, സമയമായിരിക്കും അവിടെ നമുക്ക് വേണ്ടി സംജാതമാകുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഡിസ്ഹാർട്ടൻഡ് ആകാൻ പാടില്ല. അതായത് നമ്മൾ പിന്നെ മനസ്സുകൊണ്ട് നമ്മൾ നൈരാശ്യം വന്ന് നമ്മൾ പിന്നെ മൂലയിൽ കുത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഒരു പക്ഷേ വളരെ വലിയൊരു സൗഭാഗ്യം നമ്മുടെ മുമ്പിൽ തുറന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കഥ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യണം.
അപ്പോൾ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക, ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇതിനു മുമ്പ് നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ, പിന്നെ ഈ കഥയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, അത് നമുക്ക് ഇതുകൊണ്ട് ഇതുപോലുള്ള സംഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻസിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇതുപോലെയുള്ള ഈ ഇൻസ്പിറേഷനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വളരെയധികം താല്പര്യമുള്ളൊരു ഫീൽഡാണ്. ഞാൻ ഇനിയും ഇതുപോലെയുള്ള പല കഥകളും എൻ്റെ തന്നെ ലൈഫിൽ കുറേ അധികം സംഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗുഡ് വൺ. ബൈ.